കിട്ടാൻ വേണ്ടി അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. മൂപ്പര് പറഞ്ഞ അർത്ഥപ്രകാരമാണെങ്കിൽ എന്ത് പറയേണ്ടി വരും? ബഹുദൈവാരാധകരിൽ അനേകരിൽ ഒരുവൻ അവർക്ക് 1000 വർഷത്തെ ആയുസ് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വരും. ഈ അർത്ഥം വെച്ചാല് ബൈബിളിനെ പോലെയായി പോവും വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു അർത്ഥമില്ല. ശരിക്കും മനസ്സിലാക്കിക്കോളൂ. അറബിക് കോളേജ് വിദ്യാർത്ഥികൾ പറഞ്ഞത് കേട്ടിട്ട് നോട്ട്സ് എഴുതിയാല് ഈ കോലം ഉണ്ടാവും. രണ്ടാമത് മൂപ്പര് മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആയത്ത രണ്ടാമത്തത് ഏതാണ്? ആയത്ത് സൂറത്ത് ബഖറയിലെ 2-ാം അധ്യായത്തിലെ 285-ാമത്തെ വചനം. ആ ആയത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള കുല്ലുൻ ആമന ബില്ലാഹ്, അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ ഗ്രന്ഥങ്ങളിലും അവന്റെ പ്രവാചകന്മാരിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും. ഖുർആന്റെ അർത്ഥം ഇതാണ്, അവരിൽ ഒരാളിലും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഒരു വിവേചനവും കൽപ്പിക്കുന്നില്ല. അച്ഛൻ പറഞ്ഞ അർത്ഥപ്രകാരമാണെങ്കിൽ അവരിൽ അനേകരിൽ ഒരാളിലും ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല എന്ന് അർത്ഥം വെക്കേണ്ടി വരും. ഇത് മലയാള ഗ്രാമർ പ്രകാരം തന്നെ ഈ അർത്ഥം ശരിയാവും. ഞങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. ഇത് മൂപ്പരിത് കൊണ്ടുവന്ന എന്തിനാണെന്നറിയോ? വിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായത്തിൽ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അല്ലാഹു അവനേകനാകുന്നു. ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ മൂപ്പർക്ക് ഈ അഹദ് കാണുമ്പോൾ വല്ലാതെ വിറല് പിടിക്കാണ്. അഹദ് എന്ന് കണ്ടപ്പോ പിന്നെ ഖുർആനിലും ഏകത്വമാണെന്ന് പറയേണ്ടി വരുള്ളൂ. ഏതായാലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആ സാധനമുണ്ട്. ഈ ഖുർആനിലും ഇത് തന്നെയാണെന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കുമല്ലോ. അപ്പൊ ഖുർആനിലും തൃത്വത്തിനോട് അടുത്തിട്ടുള്ള എന്തോ ഒരു സാധനം ഉണ്ട് എന്ന് ആൾക്കാരെ കൊണ്ട് തോന്നിപ്പിക്കണം. അപ്പൊ മൂപ്പർ അത് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടൊക്കെ പോയത്. ശരിക്കും ഖുൽ ഹുവല്ലാഹു ആയത് ഇവിടെ എല്ലാവർക്കും അറിയാലോ, മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും ആ ആയത്തറിയാം. ഖുൽ ഹുവല്ലാഹു അഹദ് മിഷനറി പറഞ്ഞ അർത്ഥം വെച്ചിട്ടാണെങ്കിൽ പറയുക അവൻ അനേകരിൽ ഏകനാകുന്നു എന്ന് അർത്ഥം വെക്കേണ്ടി വരും. മുസ്ലിങ്ങളിൽ ആരെങ്കിലും ഇന്നേ വരെ അങ്ങനത്തെ ഒരു അർത്ഥം കേട്ടിട്ടുണ്ടോ? എന്താ നിങ്ങൾ പറയും, ഏതെങ്കിലും ഒരു പരിഭാഷയിൽ ഇങ്ങനെ അർത്ഥം വെച്ചിട്ടുണ്ടോ? അനേകരിൽ ഏകനാണ്, അല്ലാഹു അവൻ അനേകരിൽ ഏകനാണ്. ഞാൻ അവസാനം എന്താ പറഞ്ഞത്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവനെപ്പോലെ ഒരാളുമില്ല, അവനെപ്പോലെ ഒന്നുമില്ല. ഇയാള് പറഞ്ഞ അർത്ഥം വെച്ചിട്ടാണെങ്കിൽ എന്ത് പറയേണ്ടി വരും? അനേകരിൽ ഒരുവനെ പോലെ വേറൊരാളില്ല. ഇതെന്തർത്ഥാണത്? ഇതിനൊക്കെ ഇങ്ങനെ അർത്ഥം വെച്ചാൽ പിന്നെ ഇതിന്റെയൊക്കെ രസം എന്താണ്? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, അറബിക് കോളേജ് വിദ്യാർത്ഥികൾ ഒന്ന് പഠിക്കുകയാണെങ്കിൽ തന്നെ ഒന്ന് ശരിക്കും പഠിച്ചിട്ട് നോട്ട്സ് എഴുതിയാൽ മതി. വെറുതെ എന്തിനാണ് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ ഇവിടെ വന്ന് പ്രസംഗിക്കണത് എന്നാണ് ചോദിക്കാനുള്ളത്. അപ്പോ എന്നിട്ട് അവസാനം അദ്ദേഹം പറയാണ്, ഖുർആനിന്റെ വെളിച്ചത്തിൽ അനേകരിൽ ഏകനാണ് അല്ലാഹു. മൂപ്പര് പറയാണ്, ഇത് ഞാൻ തെളിയിച്ചത് എങ്ങനെയാണെന്നറിയോ? ഖുർആനിക വ്യാഖ്യാനങ്ങളില്ലാതെ, ഇബ്നു കസീർ ഇല്ലാതെ, എം അക്ബർ ഇല്ലാതെ, ഖുർആനിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഞാൻ തെളിയിച്ചു എന്നാണ്. ഇവിടെ കുറച്ച് നേരത്തെ അല്ലേ പറഞ്ഞത് അറബി കോളേജ് വിദ്യാർത്ഥികളാണ് ഇത് പഠിച്ചതെന്ന്. എന്നിട്ട് അതൊക്കെ മറന്നിട്ട് മൂപ്പര് പിന്നെന്താ പറയണേ? ഞാനിത് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തെളിയിച്ചു എന്നാണ്. ഖുർആനിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ വായിച്ചോ. ഞാൻ വെല്ലുവിളിക്കുകയാണ്, വിശുദ്ധ ഖുർആനിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ വായിച്ചോ. ഖുർആനിൽ എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ഖുർആൻ കൃത്യമായിട്ട് തന്നെ ഒരൊറ്റ ഒരുത്തനാണ്, ഏകനാണ് അല്ലാഹു എന്ന് പലയിടങ്ങളിലായി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ക്രൈസ്തവർക്ക് മറുപടി നൽകുന്ന ആയത്തിൽ പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലാ തഖൂലു സലാസ, നിങ്ങൾ തൃത്വമെന്ന് പറയരുത് എന്നാണ്. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ തൃത്വമെന്ന് പറയരുത്. എന്നിട്ടോ ഇൻതഹു ഖൈറൻ ലക്കും, നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാകണം, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ്, നിശ്ചയം അല്ലാഹു അവൻ
ഒന്നാകുന്നു, ഏകനാകുന്നു. വാഹിദ് എന്ന് പറഞ്ഞാൽ അനേകരിൽ ഏകെന്ന് ഒരിക്കലും അർത്ഥം വെക്കാൻ പറ്റില്ല. വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണ്. എണ്ണസംഖ്യ പഠിപ്പിച്ചറിഞ്ഞ് വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണ്. ഇവിടെ മലയാളത്തിൽ ആരെങ്കിലും ഒന്ന് എന്ന് പറയുമ്പോൾ അതിന് അനേകരിൽ ഏകെന്ന് അർത്ഥം വെക്കല് ആണോ? ഇംഗ്ലീഷിൽ വൺ എന്ന് പറഞ്ഞാൽ അതിനാരെങ്കിലും അനേകരിൽ ഏകെന്ന് അർത്ഥം വെക്കാറുണ്ടോ? ഇതൊക്കെ എവിടുന്ന് കണ്ടുപിടിച്ച ആദർശമാണ്? ഇത് സ്വാഭാവികമാണ്. എവിടെന്നെങ്കിലൊക്കെ വെബ്സൈറ്റിൽ നിന്നൊക്കെ കാണുന്ന നോട്ട്സ് അതേപോലെ എഴുതിയെടുത്ത് കാണാപ്പാടം വന്ന് പഠിച്ച് പറയുമ്പോ ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് ഇവിടെ മിഷനറിമാർക്കും സംഭവിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ അദ്ദേഹം ഇവിടെ ബൈബിളിലെ വലിയൊരു വൈരുദ്ധ്യമുണ്ട്. ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യമാണ്. യേശു ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പക്ഷെ മൂപ്പര് നേരെ യേശുവിനെ മറികടന്നിട്ടാണോ? അള്ളാഹ്ക്കറിയാം യേശുവിനെ മറികടന്നിട്ടാണോ പറഞ്ഞെന്നറിയില്ല. മൂപ്പര് പറഞ്ഞു ദൈവത്തെ യേശു പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിന് തെളിവായിട്ടൊരു വചനം ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, യേശു നിങ്ങളുടെ അഭിപ്രായ പ്രകാരം തന്നെ കുരിശിലേറി മരണപ്പെട്ടതിന് ശേഷം തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ ലേഖനത്തിൽ 6-ാം അധ്യായത്തിലെ 16-ാമത്തെ വചനത്തിൽ ഇവിടെ കൃത്യമായിട്ട് പറയാണ്, അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവനെ ഒരു മനുഷ്യനും ഒരിക്കലും കണ്ടിട്ടില്ല, അവനെ കാണാൻ സാധ്യവുമല്ല. ഇത് ബൈബിൾ പറഞ്ഞ വചനാട്ടോ, ബൈബിൾ പറഞ്ഞ വചനമാണ്. ഇനി നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുക? ഇത് ബൈബിളിലെ വചനമാണ്. ബൈബിൾ കൃത്യമായി പറയുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. മിഷനറി ഇവിടെ വന്ന് പറയുന്നു ദൈവത്തെ യേശു പ്രത്യക്ഷപ്പെടുത്തി. ഇതിലേതാ വിശ്വസിക്കേണ്ടത്? ഏതാ ഇതിൽ തള്ളേണ്ടത്? ഏതാ ഇതിൽ കൊള്ളേണ്ടത്? ഇത് വെറുതെ, ഇത് സ്വാഭാവികമാണ്. ഇത് അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കയ്യിലുള്ള ഗ്രന്ഥത്തിന്റെ കോലതായി പോയി. വിശുദ്ധ ഖുർആനല്ലല്ലോ. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചാൽ യാതൊരുവിധ വൈരുദ്ധ്യം ആർക്കും ഇവിടെ വരാനില്ല. ഇവിടെ ഖുർആനിന്റെ വൈരുദ്ധ്യം എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വിഷയം വിശദീകരിക്കാം. ചേട്ടന്മാര് പഠിപ്പിച്ചെന്ന കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ശരിക്കും വിശദീകരിക്കാവുന്നതുള്ളൂ. അപ്പൊ ആ നിലക്ക് ബൈബിൾ പറഞ്ഞതാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്, മിഷനറിമാർ പറഞ്ഞതാണോ സ്വീകരിക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരന്മാർ തീരുമാനിക്കുക. ആര് പറഞ്ഞാൽ നമ്മൾ തീരുമാനിക്കേണ്ടത്? ഇവിടെ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 16-ാമത്തെ വചനത്തിൽ ഒരു ശങ്കക്കുമിടയില്ലാത്ത വിധം അവൻ അമർത്യനാണ്, അവനെ ഒരാളും, ആ പ്രകാശത്തിൽ വസിക്കുന്ന അവനെ ഒരാളും ഒരു നാളും കണ്ടിട്ടില്ല, അവനെ കാണാൻ സാധ്യവുമല്ല എന്ന് ബൈബിൾ പറയുമ്പോ ഇവിടെ ഒരാൾ വന്നിട്ട് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കണം, യേശു ദൈവമാണ്, യേശു ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്തി. ഇതിലേത് നമ്മൾ അംഗീകരിക്കണം? ബൈബിൾ പറഞ്ഞത് അംഗീകരിക്കണോ? മിഷനറിമാർ പറഞ്ഞ് അംഗീകരിക്കണം? ക്രൈസ്തവ സഹോദരന്മാർ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തീരുമാനിക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി ഇവിടെ 7-ാമത് അദ്ദേഹം കളവായിട്ട് വലിയ കാര്യമായിട്ട് വന്നിട്ടുള്ളത് യേശു ദൈവത്തിന്റെ പ്രതിരൂപമാണ് എന്ന് 1 തിമോത്തിയോസിന്റെ 1 കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാമത്തെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിലെ 15-ാമത്തെ വചനത്തിൽ യേശു ദൈവത്തിന്റെ പ്രതിരൂപമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യേശു ദൈവത്തെ പ്രത്യക്ഷപ്പെടും, യേശു ദൈവം തന്നെയാണല്ലോ എന്ന് വ്യക്തമായി. എന്നാൽ നിങ്ങൾ കേട്ടോളൂ, ഇത് യേശു മാത്രമാണോ, യേശുവിനെ കുറിച്ച് മാത്രമാണോ ഇങ്ങനെ പറഞ്ഞത്? ആണോ? മിഷനറിമാർ പറയട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ 26-ാമത്തെ വചനത്തിൽ ദൈവം തന്നെ പറയുന്നു, അനന്തരം ദൈവം അരുൾ ചെയ്തു, നമ്മുടെ പ്രതിച്ഛായയിൽ നമുക്ക് സദൃശ്യനായി മനുഷ്യനെ നാം നിർമ്മിക്കട്ടെ. ഇവിടെ എന്താ പറഞ്ഞേ? നമുക്ക് സദൃശ്യനായി, നമ്മുടെ പ്രതിച്ഛായയെ. ഇതിന്റെ അർത്ഥം എന്താ? ആദം അലൈഹിസ്സലാം അദ്ദേഹം ദൈവമാണെന്ന, ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിച്ചു എന്ന് ബൈബിളാ പറഞ്ഞ്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവ മിഷനറിമാർ പറയാറുണ്ട് ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ നിർമ്മിച്ചവരായതുകൊണ്ട് നമ്മളെല്ലാവരും ദൈവത്തിന്റെ പ്രതിച്ഛായയാണെന്ന്. അപ്പൊ നമ്മളൊക്കെ ദൈവങ്ങളാ? ആണോ? മിഷനറിമാർ മറുപടി പറയട്ടെ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടും ഇതിന്റെയൊക്കെ വൈരുദ്ധ്യങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് വിശുദ്ധ ഖുർആനെതിരെ വൈരുദ്ധ്യങ്ങളുടെ കൊട്ടക്കണക്കാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ശരിക്കുള്ള യഥാർത്ഥത്തിലുള്ള മുഖം നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ